ഹലോ, വെൽക്കം ടു മെഡ്കോഡ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ മെഡിക്കൽ ടെർമിനോളജീസിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഈസ് മെഡിക്കൽ ടെർമിനോളജി? മെഡിക്കൽ ടെർമിനോളജി ഈസ് ദ ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ്, പ്രോസസ്സസ്, കണ്ടീഷൻസ്, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ്. അതായത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്താലോ അല്ലെങ്കിൽ എന്ത് പ്രോസസ്സിങ്ങോ എന്ത് കണ്ടീഷനോ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സിനെ ഒക്കെ നമ്മൾ മെഡിക്കൽ ഭാഷയിൽ പറയുന്നതിനാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മെഡിക്കൽ വേർഡിലെ ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. മെയിൻ ആയിട്ടും 4 ആയിരിക്കും ഉണ്ടാവുക. ഒരു പ്രിഫിക്സ് ഉണ്ടാവും, ഒരു വേർഡ് റൂട്ട് ഉണ്ടാവും, ഒരു സഫിക്സ് ഉണ്ടാവും, പിന്നെ കമ്പൈനിങ് ഫോം ഉണ്ടാവും. ഇതെല്ലാം ഒരുമിച്ച് ഒരു വേർഡിൽ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റൂട്ട് വേർഡ്സ് ഉണ്ടാവാം. ഓക്കെ, ഈ കമ്പൈനിങ് ഫോം ഉണ്ടായിരിക്കണം എന്നില്ല, ചിലതിൽ പ്രിഫിക്സ് ഉണ്ടായിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പഠിക്കാം. ഇനി നമുക്ക് എന്താണ് പ്രിഫിക്സ്, എന്താണ് വേർഡ് റൂട്ട്, എന്താണ് സഫിക്സ് എന്ന് നമുക്ക് നോക്കാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ വേർഡ് ബിഗിനിങ്, ഒരു വേർഡിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പ്രിഫിക്സ് എന്ന് പറയുന്നത്. വേർഡ് റൂട്ട് അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ ഓഫ് ദ ടേം, ആ ഒരു വേർഡിലെ മെയിൻ മീനിങ് എന്താണോ അല്ലെങ്കിൽ മെയിൻ ടേം എന്താണോ അതിനെയാണ് നമ്മൾ വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. സഫിക്സ് എന്ന് പറഞ്ഞാൽ വേർഡ് എൻഡിങ്, ഒരു വാക്ക് അവസാനിക്കുന്നതിനെയാണ് എന്ത് സഫിക്സ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ നോക്കൂ. ഈ അൺഅക്സെപ്റ്റബിൾ, ഇത് നമുക്ക് മെഡിക്കൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടോ അങ്ങനെയൊന്നും ഇല്ല. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. അൺഅക്സെപ്റ്റബിൾ എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അൺ, അക്സെപ്റ്റ്, ഏബിൾ. ഇതിൽ അൺ വേർഡിലെ ഫസ്റ്റ് വരുന്നതിന് എന്താ വേർഡ് ബിഗിനിങ്ങിനാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അണ്ണാണ് ഇവിടെ പ്രിഫിക്സ്. അക്സെപ്റ്റ് ആണല്ലോ നമ്മളുടെ മെയിൻ ഇതിലെ കണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ അർത്ഥം വരുന്നത് എന്താ അക്സെപ്റ്റ്, അല്ലെങ്കിൽ മെയിൻ റീസൺ അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ആണ് ഇവിടെ. സോ അക്സെപ്റ്റിനെയാണ് നമ്മൾ വേർഡ് റൂട്ട് അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഏബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു വേർഡിലെ ഏറ്റവും അവസാനത്തെ എൻഡിങ് എന്താണ്, ഏബിളിലാണ് അവസാനിക്കുന്നത്. സോ ദാറ്റ് ഈസ് സഫിക്സ്. ഇനി നമുക്ക് കുറച്ച് മെഡിക്കൽ ടേംസിന്റെ ട്രൈ ചെയ്യാം, എങ്ങനെയാണ് ഇതിൽ പ്രിഫിക്സും വേർഡ് റൂട്ടും സഫിക്സും ഒക്കെ വരുന്നതെന്ന് മനസ്സിലാക്കാം. സോ എക്സാമ്പിൾ എപ്പികാർഡിയം, ഇത് നോക്കൂ. എപ്പികാർഡിയത്തിന് നമ്മൾ എപ്പികാർഡിയം എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ഏറ്റവും പുറമേയുള്ള ലെയറിനെയാണ് കേട്ടോ എപ്പികാർഡിയം എന്ന് പറയുന്നത്. അപ്പം എപ്പികാർഡിയത്തിനെ എപ്പി, കാർഡി, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എപ്പി എന്ന് പറഞ്ഞാല് ഓൺ അല്ലെങ്കിൽ ഓവർ എന്നാണ് മീനിങ്. ഇതിൽ എപ്പി ഫസ്റ്റ് സ്റ്റാർട്ടിങ് വേർഡ് ആയതുകൊണ്ട് അതാണ് നമ്മുടെ പ്രിഫിക്സ്. കാർഡി എന്നുള്ളത് നമ്മളെ ഹാർട്ടിന് പറയുന്ന വേർഡ് ആണ്. ഓക്കെ, അപ്പം ഈ കാർഡിയാണ് എന്ത് നമ്മളുടെ റൂട്ട് വേർഡ് ഇവിടെ. എന്ന് പറഞ്ഞത് ലാസ്റ്റ് അവസാനിക്കുന്നത് അമ്മിലാണ്, അതുകൊണ്ട് ദാറ്റ് ഇസ് സഫിക്സ്. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്താ, തൈറോയിഡ് ഗ്ലാൻഡ് ഓവർ ആക്റ്റീവ് ആയിട്ട് തൈറോയിഡ് ഹോർമോൺ എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് എന്ത്, ആ ഒരു കണ്ടീഷനാണ്, അതൊരു അസുഖമാണ്. അതാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ. ഇതിൽ ഹൈപ്പർ തൈറോയിഡിസം ഇതുപോലെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഹൈപ്പർ തൈറോയിഡ് ഇസം. ഓക്കെ, ഇതിൽ ഹൈപ്പർ ആണ് എന്ത് പ്രിഫിക്സ്. തൈറോയിഡ് ആണല്ലോ മെയിൻ കണ്ടന്റ് ഇതില്, അതുകൊണ്ട് അതാണ് നമ്മുടെ റൂട്ട് വേർഡ്. ഇസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വേർഡ് എൻഡിങ് ആയതുകൊണ്ട് ദാറ്റ് ഇസ് സഫിക്സ്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കൂ. ഹൈപ്പോതെർമിയ. ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാല് നോർമലിനേക്കാളും ടെമ്പറേച്ചർ കുറയുന്നതിനെയാണ് എന്ത് ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോതെർമിയ അതുപോലെ നമുക്ക് 3ആക്കി ഡിവൈഡ് ചെയ്യാം. ഹൈപ്പോ, തേം, ഇയ. ഹൈപ്പോ ആണ് എന്ത് പ്രിഫിക്സ്, തേം ആണ് റൂട്ട് വേർഡ്, ആൻഡ് ഇ ആണ് സഫിക്സ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഇതൊരു എക്സെപ്ഷൻ എക്സാമ്പിൾ ആണ്, അത് നോക്കൂ, മനസ്സിലാക്കണം കേട്ടോ. ഇതിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒരു കണ്ടീഷനാണ്. ബോൺ ജോയിന്റ്സിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇത് 3ആയിട്ട് നമുക്ക് ഇത് സാധാ പോലെ തന്നെ ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോണിനെയും ആർത്ര എന്ന് പറഞ്ഞാല് ജോയിന്റ്സും എന്നാണ് മീനിങ്. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ. അപ്പം ഇതില് ബോണും വന്നു ജോയിന്റ്സും വന്നു. ഇത് രണ്ടും എന്താ മെയിൻ കണ്ടന്റ്, ആ ഒരു അസുഖത്തിന്റെ ഇത് രണ്ട് ഭാഗത്തും ഈ അസുഖം
വന്നിട്ടുണ്ട്. അതായത് ബോണിനെയും ബാധിച്ചു, ജോയിന്റിനും ബാധിച്ചു. ബോൺ ജോയിന്റ്സിൽ ഉണ്ടായ ഇൻഫ്ലമേഷൻ ആണല്ലോ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അതുകൊണ്ട് ഇതില് വേർഡ് റൂട്ട് 2 ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ വേർഡ് റൂട്ട് ആണ് ഇവിടെ വന്നത്. ഇവിടെ നമുക്ക് പ്രിഫിക്സ് വന്നിട്ടില്ല, കാരണം 2 വേർഡ് റൂട്ട് വന്നു. അത് കാരണം പ്രിഫിക്സ് ഇതിലില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാത്തിനും പ്രിഫിക്സും വേർഡ് റൂട്ടും സഫിക്സും അല്ലെങ്കിൽ കോമ്പിനേഷൻ ഹോമോ ഒന്നും എല്ലാം വരണം നിർബന്ധമില്ല. അതുപോലെ ഒന്നിൽ കൂടുതൽ വേർഡ് റൂട്ട് വരാം. സോ അതിനുള്ള എക്സാമ്പിൾ ആണ്, നോക്കൂ. ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ അപ്പം 2 റൂട്ട് വേർഡ്സും ഉണ്ട്, ഒരു സഫിക്സും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മെയിൻ ആയിട്ടും റൂട്ട് വേർഡ് ആദ്യം കണ്ടുപിടിക്കുക. അതായത് ഇത് നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇങ്ങനെ വേർഡ് ചോദിക്കൊന്നുമില്ല, പക്ഷേ നിങ്ങൾ കുറച്ച് ടേംസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അത് മസ്റ്റ് ആണ്. ഇപ്പൊ ഈ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോണാന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം, അപ്പൊ അത് പഠിക്കണം. ഇത് ഇങ്ങനെയായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല പൊതുവെ. ഓക്കെ, അപ്പൊ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോണാണ്, ആർത്രോ എന്ന് പറഞ്ഞാൽ ജോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് 2 റൂട്ട് വേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവണം കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രിഫിക്സ്, വേർഡ് റൂട്ട്, സഫിക്സ്. തന്നെ ഇനി കമ്പൈനിങ് ഫോം. കമ്പൈനിങ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എ കമ്പൈനിങ് വവൽ, usually letter O may be added between word parts to aid in pronunciation. നമുക്ക് പ്രൊനൗൺസിയേഷന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒരു കമ്പൈനിങ് ഫോം യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അതായത് വേർഡ് റൂട്ട് പ്ലസ് വവൽ വന്നാല് അതാണ് കമ്പൈനിങ് ഫോം. വേർഡ് റൂട്ടിന്റെ കൂടെ ആയിരിക്കും എന്ത്, ഈ കമ്പൈനിങ് ഫോം അല്ലെങ്കിൽ കമ്പൈനിങ് വവൽ ഉണ്ടാവുക. ഇനി എക്സാമ്പിൾസ് നോക്കൂ. ഇതാ ഇവിടെ നോക്കൂ, ഗൈനക്കോളജിസ്റ്റ്. ഇതില് ഗൈനക്ക് എന്താണ്? റൂട്ട് വേർഡ് ആണ്. ലോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സഫിക്സ് ആണ്. അത് വേർഡ് എൻഡിങ് ആയതുകൊണ്ട് എന്താ, അതാണ് സഫിക്സ്. ഗൈനക് എന്നുള്ളത് റൂട്ട് വേർഡ് ആണ്, അതാണ് മെയിൻ അതിൽ വന്ന. ഈ ഓ വന്നല്ലോ, ഈ ഓനെയാണ് നമ്മൾ കമ്പൈനിങ് വവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രൊനൗൺസിയേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഓ ആഡ് ചെയ്ത് കൊടുത്ത കുറച്ച് വേർഡ്സ് ഉണ്ട്. അതാണ് എന്ത്, ഗൈനക്കോളജിസ്റ്റ്. അല്ലെങ്കിൽ അതിനാണ് ഈ എക്സാമ്പിളിൽ ഓ വന്നില്ലേ, അതാണ് കമ്പൈനിങ് വവൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ആ ഒരു വേർഡാണ് കമ്പൈനിങ് ഫോം. ഓക്കെ, ഈ റൂട്ട് വേർഡും വവ്വലും കൂടെ കൂടി ചേർന്നതിനാണ് നമ്മൾ ആക്ച്വലി കമ്പൈനിങ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ നോക്കൂ. ന്യൂറോളജി. ന്യൂറോളജി എന്താ? സ്റ്റഡി ഓഫ് നെർവ്. നെർവ്സിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ് എന്ത്, ന്യൂറോളജി. അപ്പൊ ന്യൂർ ആണ് എന്ത്, നമ്മുടെ റൂട്ട് വേർഡ്. ലോജി പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എന്നാണ്. അപ്പം ഇതില് ഓ ആണല്ലോ നമ്മുടെ വവൽ. അപ്പം ഈ വവലും റൂട്ട് വേർഡും കൂടെ കൂടിച്ചേർന്നതാണ് എന്ത്, നമ്മുടെ കമ്പൈനിങ് ഫോം. മനസ്സിലായില്ലേ? ഈ ലോജി സഫിക്സ് ആണ്. പിന്നെ വേറെ എക്സാമ്പിൾസ് നോക്കൂ. ഇതുപോലെ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ കാർഡിയോ. കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഇതില് എക്സാമ്പിളിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാല്, കാർഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് ആണ്. ഗാസ്ട്രോ എന്ന് പറഞ്ഞാല് സ്റ്റൊമക് ആണ്. ഹെപ്പാറ്റ് എന്ന് പറഞ്ഞാൽ ലിവർ ആണ്. ഓസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോൺ ആണ്. ന്യൂർ എന്ന് പറഞ്ഞാൽ നെർവ് ആണ്. ഇതൊക്കെ ഓ ചേർത്താണ് കമ്പൈനിങ് ഫോം വരുമ്പോൾ നമുക്ക് ഓൺ കൂടി ഇൻക്ലൂഡ് ആവും. അങ്ങനെയാണ് കാർഡിയോ, ഗാസ്ട്രോ, ഹെപ്പാറ്റോ, ഓസ്റ്റിയോ, ന്യൂറോ എന്നൊക്കെ വന്നിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. പ്രിഫിക്സിന്റെ കുറച്ച് എക്സാമ്പിൾ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം നിങ്ങൾക്ക് എന്താണ് ഈ മെഡിക്കൽ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവണം. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലുള്ള ആ പ്രിഫിക്സ് എന്താ, സഫിക്സ് എന്താ, ഇതിൽ തന്ന ആക്ച്വലി ഇതിന്റെ മീനിങ് എന്താ, ഒരു വേർഡിന്റെ മീനിങ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവണം. മെഡിക്കൽ ടേംസ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ ടേംസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സോ ഇപ്പൊ പ്രിഫിക്സിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ്. സൈസ് ആൻഡ് എമൗണ്ടിന്റെ നോക്കുകയാണെങ്കിൽ, മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ, ലാർജ് ആണ്. മൈക്രോ പറഞ്ഞാൽ സ്മോൾ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഹൈ അല്ലെങ്കിൽ എബോവ് നോർമൽ, എലവേറ്റഡ്, ഇതൊക്കെ ഇതിന്റെ മീനിങ് ആണ്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലോ, ബിലോ നോർമൽ, ഡിക്രീസ്ഡ്, കുറഞ്ഞു, അത് കുറവാണെന്നുള്ളതിന്റെ അർത്ഥം. ക്യൂ അതുപോലെ നോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എന്നാണ് മീനിങ്. അതുപോലെ പാൻ, ഒമിനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ എന്നാണ് മീനിങ്. എ, ആൻ എന്നൊക്കെ പറഞ്ഞാൽ ആബ്സെൻസ് അല്ലെങ്കിൽ ലാക്കിംഗ് ആണ് മീനിങ്. ഓക്കെ, ഇപ്പോ എന്ന് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അനീമിയ. എമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്. അനീമിയ എന്ന് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അനീമിയ എന്ന് പറഞ്ഞത് ആബ്സെൻസ് ഓഫ് ബ്ലഡ്. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായോ?
ഇനി മെഗാലോ എന്ന് പറഞ്ഞാൽ എന്താ, ലാർജർ. ഇനി അതുപോലെ നമ്പർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെമി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, ഹെമി എന്ന് പറഞ്ഞാലും ഹാഫ് അല്ലെങ്കിൽ വൺ സൈഡ് എന്നാണ് അർത്ഥം. മോണോ യൂണി എന്നൊക്കെ പറഞ്ഞാൽ വൺ എന്നാണ് മീനിങ്. ഇപ്പൊ ഹെമിപ്ലെജിയ, ഒരു സൈഡ് തളർന്നു പോയി കഴിഞ്ഞാൽ അതിനെ ഹെമിപ്ലെജിയ എന്നാണ് പറയാം. അപ്പൊ അതായത് ഹാഫ് സൈഡ്, ഒരു സൈഡ്. ഓക്കെ, വണ്ണിന് മോണോ യൂണി എന്നൊക്കെ പറയും. 2, 3, 4, 2നെ ബൈ എന്നും, ട്രൈ എന്ന് പറഞ്ഞാൽ 3 എന്നും, ക്വാഡ്രി അല്ലെങ്കിൽ ക്വാഡ് എന്ന് പറഞ്ഞാൽ 4 എന്നാണ് മീനിങ്. പിന്നെ ഇക്വി എന്ന് പറഞ്ഞാല് ഇക്വൽ, പോളി പറഞ്ഞാല് മെനി. ഓക്കെ, ഇനി കളേഴ്സ്, ഇതുപോലെ കളേഴ്സ് പറഞ്ഞാൽ ആൽബം എന്ന് പറഞ്ഞാല് പെയിൽ എന്നാണ് അർത്ഥം. പിന്നെ ക്ലോറോ പറഞ്ഞാൽ ഗ്രീൻ, സൈനോ പറഞ്ഞാൽ ബ്ലൂ. ഇപ്പൊ എക്സാമ്പിൾ സൈനോസിസ്, അതായത് ഫുള്ള് നീല കളറാവും. ഓക്സിജൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാല് ബോഡി മുഴുവനായിട്ട് നീല കളറാവും. അത് ആ ഒരു കണ്ടീഷനാണ് സൈനോസിസ്. ഓക്കെ, അപ്പൊ സൈനോ എന്ന് പറഞ്ഞാൽ ബ്ലൂ, എറിത്രോ പറഞ്ഞാൽ റെഡ്. അപ്പൊ എറിത്രോസൈറ്റ്സ് പറയുന്നത് RBSനെയാണ് എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത്. എറിത്രോ മീൻസ് റെഡ് എന്നാണ് അർത്ഥം. ഗ്ലോക്കോ ഗ്രേ. ഇപ്പൊ എക്സാമ്പിൾ ഗ്ലോക്കോമ, അതായത് ഗ്ലോക്കോമയിലൊക്കെ ഗ്രേ കളർ ആവും കണ്ണ്. അതുപോലെ ല്യൂക്കോ പറഞ്ഞാൽ വൈറ്റ്. ഇപ്പൊ ലൂക്കോപ്ലേക്ക, അത് വായിൽ വരുന്ന ഒരു അസുഖമാണ് ലൂക്കോപ്ലേക്ക എന്ന് പറഞ്ഞാൽ. ലൂക്കോ മീൻസ് വൈറ്റ് ആണ്. മെലനോമ എന്ന് പറഞ്ഞാല് ഇതൊരു ക്യാൻസർ ആണ്. അതിന്റെ മെലാനോ എന്ന് പറഞ്ഞാല് മീനിങ് ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ, പോളിയോ എന്ന് പറഞ്ഞാല് ഗ്രേ എന്നാണ് അർത്ഥം. പോർഫയർ എന്ന് പറഞ്ഞാൽ പർപ്പിൾ, ജാന്തോ യെല്ലോ. അതുപോലെ ടൈം, സ്പീഡ്, അതിനൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീ, ആന്റി എന്നൊക്കെ പറഞ്ഞാല് ബിഫോർ എന്നാണ് അർത്ഥം, മുന്നേ. അത് നമ്മൾ പറയില്ലേ, ആന്റി പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രസവത്തിന് മുന്നേ. പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞാൽ എന്താ, പ്രസവത്തിന് ശേഷം. ഇതാണ് എക്സാമ്പിൾ ആണ് കേട്ടോ. ആഫ്റ്ററിന് പോസ്റ്റ് എന്നാണ് പറയാം. പിന്നെ അതുപോലെ പ്രീ ചെക്കപ്പ് എന്നൊക്കെ പറയില്ലേ, പ്രീ ചെക്കപ്പ് എന്താ, മുന്നേ ഉള്ള ചെക്കപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് മനസ്സിലാക്കി വെക്കാം. പിന്നെ ബാക്ക് അല്ലെങ്കിൽ ബാക്ക്വേർഡിനെ റിട്രോ എന്നാണ് പറയാം. ഇപ്പൊ റെട്രോഗ്നാത്തിയ ഒരു എക്സാമ്പിൾ ആണ്. റെട്രോഗ്നാത്തിയ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്നാത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജോ, അതായത് താടിയെല്ലിനെയാണ് നമ്മള് നാത്തിയ എന്ന് പറഞ്ഞാല്. അപ്പൊ റിട്രോഗ്നാത്തിയ എന്ന് പറഞ്ഞാൽ താടിയിൽ ബാക്കിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥേനെയാണ് എന്ത്, റിട്രോഗ്നാത്തിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ചില കാലത്ത് കണ്ടിട്ടില്ലേ, താടിയുടെ ഉള്ളിലേക്കായിരിക്കും. അപ്പൊ മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ ചെറുതായിരിക്കും. അങ്ങനെയുള്ള ബേർഡ് ലൈക്ക് ഫേസസ് പോലെയൊക്കെ തോന്നും. അതൊരു കണ്ടീഷനാണത്. പിന്നെ എഗെയിൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ റീ എന്ന് പറയും. ടാക്കി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് എന്നാണ് മീനിങ്. ബ്രാഡി പറഞ്ഞാൽ സ്ലോ. ഇപ്പൊ എക്സാമ്പിൾ ടാക്കികാർഡിയ എന്ന് പറഞ്ഞാൽ എന്താ, ഹാർട്ട് ഫാസ്റ്റ് ആയിട്ട് ഇടിക്കുന്നതിനാണ് എന്ത്, ടാക്കികാർഡിയ. സ്ലോ പറഞ്ഞാല് ബ്രാഡികാർഡിയ എന്താ, ബീറ്റ് കുറവാകുന്നത്. ഓക്കെ, നിയോ എന്ന് പറഞ്ഞാല് നിയോനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് പുതുതായിട്ട് ജനിച്ച കുട്ടീനെയാണ് എന്ത്, നിയോനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിയോ മീൻസ് ന്യൂ. ക്രോൺ അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾ ക്രോണിക്. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട്, അതൊരു ടൈമിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ ക്രോണിക് എന്ന് പറഞ്ഞാല് ലോങ് ടൈം, കുറെ മുന്നേ. അക്യൂട്ട് എന്ന് പറഞ്ഞാല് ഷോർട്ട് ടൈം. ഓക്കെ, ഇനി ലൊക്കേഷൻ നോക്കുക. പ്രിഫിക്സില് എപ്പി, പെരി, സർക്കം എന്നൊക്കെ പറഞ്ഞാൽ അറൌണ്ട് എന്നാണ് മീനിങ്. എൻഡോ, ഇൻട്ര എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് അല്ലെങ്കിൽ ഇന്നർ എന്നാണ് അർത്ഥം. എക്സോ, എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഔട്ടർ. ഇന്റർ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ബിറ്റ്വീൻ എന്നാണ് അർത്ഥം. ട്രാൻസ് എന്ന് പറഞ്ഞാൽ അക്രോസ്. ഇതുപോലെ ഇനി ലൊക്കേഷൻ വെച്ചിട്ടാണെങ്കിൽ അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാല് എവേ ഫ്രം, കൈ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അവയായിട്ട് നിൽക്കുകയാണ് അബ്ഡക്ഷൻ എന്ന് പറയും. സുപ്ര എന്ന് പറഞ്ഞാൽ മുകളിൽ, എബവ്. പെരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട്, ചുറ്റും. ട്രാൻസ് എന്ന് പറഞ്ഞാൽ അക്രോസ് ആണ്. ബിറ്റ്വീൻ, ഇന്റർ നേരത്തെ പറഞ്ഞു. എക്സ്, എക് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നാണ് മീനിങ്. ഡയ എന്ന് പറഞ്ഞാൽ ത്രൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. കോൺ എന്ന് പറയുന്നത് പ്രിഫിക്സ് ടുഗെദർ. ആഡ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്. വിത്തിൻ അല്ലെങ്കിൽ ഇൻസൈഡ് എന്നുള്ളതിന് എൻഡോ എന്ന് പറയും. ഫംഗ്ഷൻ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ആന്റി അല്ലെങ്കിൽ കോൺട്രാ. ഇപ്പൊ കോൺട്രാ ഇൻഡിക്കേറ്റഡ് എന്നൊക്കെ പറയും. എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ്. അപ്പൊ ആന്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എഗെയിൻസ്റ്റ്. മാൽ, ബാഡ്. ഇപ്പൊ എക്സാമ്പിൾ ഒരു മെലോഡർ എന്നൊക്കെ പറയും. മെലോഡർ എന്ന് പറഞ്ഞാൽ, ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ല്. മാൽ എന്ന് പറഞ്ഞാൽ ബാഡ് ബ്രത്തിനെയാണ്. അതായത്
വായുമാറ്റത്തിനാണ് നമ്മൾ മാൽ ഓർഡർ എന്നൊക്കെ പറയുന്നത്. അപ്പം മാൽ എന്ന് ഉദ്ദേശിച്ചാൽ ബാഡ്. എറ്റി എന്ന് പറഞ്ഞാല് കോസ്. എറ്റിയോളജി എന്ന് പറഞ്ഞൊരു പറഞ്ഞാൽ എന്താ കാരണം, അതാണ് അതിൽ എറ്റി എന്ന് പറഞ്ഞാല് കോസ് എന്നാണ് മീനിങ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫാണ്. എ ഡി എന്നൊക്കെ പറഞ്ഞാൽ വിത്തൗട്ട് ആണ്. അബ്നോർമൽ ബാഡ് എന്നൊക്കെ ഉള്ളതിന് ഡിസ് എന്നാണ് പറയാ. ഇപ്പൊ ഡിസ്മെനറേജിയ എന്ന് പറഞ്ഞാല് അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ്, അതിനെയാണ് ഡിസ്മെനറേജിയ എന്ന് പറയാം. ഇനി കുറച്ച് കോമൺ വേർഡ് റൂട്ട്സ് നോക്കൂ. ഇത് മെയിൻ ആയിട്ടോ, നിങ്ങൾ എന്തായാലും നോക്കണേ. ബ്രെയിനെ നമ്മൾ എൻസഫ് എന്നാണ് പറഞ്ഞ. ഇയറിന് ഓട്ട് അല്ലെങ്കിൽ ഓർ എന്ന് പറയും. ഓറിക്കൾ പറഞ്ഞാൽ എന്താ, ഇയറിനെയാണ്. അതുപോലെ ഓട്ടൈറ്റിസ് പറഞ്ഞാൽ ഇയറിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് ഓട്ടൈറ്റിസ് എന്ന് പറയുന്നത്. ഇയർ ഡമ്മിന് ടിംപാൻ അല്ലെങ്കിൽ മിരിഞ്ച് എന്ന് പറയും. മിരിഞ്ചൈറ്റിസ് ഇയർ ഡമ്മിൽ വരുന്ന ഇൻഫ്ലക്ഷൻ ആണ്. ഓക്കെ. ഐക്ക് ഒഫ്താൽമ എന്നും പറയും, ഒക്കുല എന്നും പറയും. ഓക്കെ. ഒഫ്താൽമോളജിസ്റ്റ് പറഞ്ഞാൽ എന്താ, കണ്ണ് നോക്കുന്ന ഡോക്ടറിനെയാണ് എന്ത് ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഫേസിനെ ഫേസി എന്ന് പറയും. നോസ് റൈനോപ്ലാസ്റ്റി എന്നൊക്കെ കേട്ടിട്ടില്ല. റൈനോപ്ലാസ്റ്റി എന്താണ്, നോസ് റിപ്പയറിനാണ് നമ്മൾ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. സ്കള്ളിന് നമ്മൾ ക്രാനി എന്ന ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രാനി മീൻസ് സ്കൾ. എക്സാമ്പിൾ ക്രേനിയൽ ബോൺസ്. ക്രേനിയൽ ബോൺസ് പറഞ്ഞാൽ എന്താ, സ്കൾ ബോൺസിനാണ് ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത്. ടങ്ങിനെ ലിങ്ക് എന്ന് പറയും. ലിംഗ്വോ അങ്ങനെ പറയും. അത് നമ്മൾ വൊവൽ സൗണ്ട് എന്നാൽ ലിംഗ്വോ എന്നായിരിക്കും. ഓക്കെ. ഇപ്പൊ ലിംഗ്വൽ നെർവ് എന്നൊക്കെ പറയും. അതായത് നമ്മളെ നാവിന്റെ അവിടെ ഒരു നെർവാണ് ലിംഗ്വൽ നെർവ്. ടൂത്തിനെ നമ്മൾ ഒഡന്റ് എന്നും ഡെന്റ് എന്നും പറയും. ഇപ്പം ഡെന്റൽ കേരീസ് പറഞ്ഞാൽ എന്താ, ടൂത്ത് പല്ല് കേട് വന്നതിനാണ് എന്താ ഡെന്റൽ കേരീസ് എന്ന് പറയാം. ഒഡന്റോളജി പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ടൂത്തിനെ ഒഡന്റോളജി എന്നാണ് പറയാം. ഓക്കെ. ഇനി ഹാർട്ടിന്റെ നോക്കാം. ഹാർട്ടിൽ അയോട്ടേനെ അയോട്ട് എന്നാണ് പറയാ. ആർട്ടറീസിനെ ആർട്ടി എന്ന് പറയാണ് പറയാ. ബ്ലഡിനെ ഹീന്നും സാങ്ക്യൂ എന്നും പറയും. ബ്ലഡ് വെസൽസിനെ ആൻജി. ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് വെസൽസിൽ വരുന്ന ബ്ലഡ് വെസൽസിൽ വരുന്ന ക്ലോട്ടിനും കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്യുന്നതാണ് എന്ത്, ആൻജിയോപ്ലാസ്റ്റി. ഹാർട്ടിനെ കാർഡി എന്ന് പറയും. വെയിൻസിനെ വീൻ എന്നും, അതായത് വെയിൻസ് ആണ് എന്താ, വീനസ് എന്നും അത്രല്ലേ, വീൻ അങ്ങനെയാണ് നമ്മൾ പറയാ. ഫ്ലബ് എന്ന് പറഞ്ഞാലും വെയിൻ ആണ് മീനിങ്. ഫ്ലബൈറ്റിസ് എന്ന് പറഞ്ഞാൽ വെയിൻസിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ് ഫ്ലബൈറ്റിസ് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നോക്കുക. അതിൽ നമ്മൾ അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൻഡിക്സിനെയാണ് അപ്പൻഡ് എന്ന് പറഞ്ഞാൽ. കോളനെ കോൾ എന്നാണ് പറയുന്നത്. ഈസോഫാഗ് എന്ന് പറഞ്ഞാൽ ഈസോഫാഗസ് ആണ്. എൻഡർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈൻ ആണ്. എൻഡ്രോ എന്ന് പറഞ്ഞാൽ വവ്വല് വന്നു കഴിഞ്ഞാൽ കേട്ടോ. റീനൽ എന്ന് പറഞ്ഞാൽ എന്താ, കിഡ്നിയാണ്. റീനൽ. നെഫ്രോൺസ് കിഡ്നീന്റെ യൂണിറ്റ്സിനെയാണ് എന്ത്, നെഫ്രോൺ എന്നൊക്കെ പറയും. നെഫ് എന്ന് പറഞ്ഞാല് നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി ഓഫ് നെഫ്രോൺസ് അല്ലെങ്കിൽ കിഡ്നിനെ പറയുന്നതാണ്. പിന്നെ അതുപോലെ ഹെപ്പാറ്റ് എന്ന് പറഞ്ഞാൽ ലിവർ ആണ് അർത്ഥം. ഗ്യാസ്ട്രോ പറഞ്ഞാൽ സ്റ്റൊമക്ക് എന്നാണ്. പിന്നെ ബോൺസ് മസിൽസിലുള്ള എക്സാമ്പിൾസ് നോക്കൂ. ബ്രാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, ആവിനെയാണ് നമ്മൾ ബ്രാക്കി എന്ന് പറയുന്നത്. അത് ബ്രാക്കിയൽ ആർട്ടറി ഒക്കെ ഉള്ളത് വെച്ചാൽ എവിടെയാ, ആമിലാണ്. പിന്നെ ഡോർസ എന്ന് പറഞ്ഞാൽ ബാക്ക് എന്നാണ് അർത്ഥം. ബോണിനെ ഓസ്റ്റി എന്ന് പറയും. ഫൂട്ട്, പോഡ്, പെഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഫൂട്ടാണ്. മസിൽസിന് മയോ എന്നാണ് പറയാ. മയോസൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ എക്സാമ്പിൾ ആണത്. മയോസൈറ്റിസ് പറഞ്ഞാൽ മസിൽസ് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് മയോസൈറ്റിസ് എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിബാണ്. കോസ്റ്റൽ എന്നൊക്കെ പറയും. അത് റിബ്സിന്റെ കോസ്റ്റൽ മസിൽസ്, റിബ്സിന്റെ അവിടെയുള്ള മസിൽസ് ആണ് നമ്മൾ കോസ്റ്റൽ മസിൽസ് എന്ന് പറയാം. ഷോൾഡറിനെ സ്കാപ്പുൽ എന്നാണ് പറയാ. സ്കാപ്പുല നമ്മുടെ ഷോൾഡറിലുള്ള ഒരു ബോണാണ്. അതുപോലെ ബ്രസ്റ്റ് കാർപ്പ് എന്ന് പറയും. കാർപ്പൽസ് എന്ന് പറയും. അതായത് നമ്മുടെ ബ്രസ്റ്റിന്റെ അവിടെയുള്ള ബോൺസിന് നമ്മൾ കാർപ്പൽസ് എന്ന് പറയും. അതുപോലെ തന്നെ കോമൺ സഫിക്സുകൾ നോക്കുക. UM-S എന്നൊക്കെ പറഞ്ഞാൽ നോൺ ഫോംസ് ആണ്. ജെനിക് എന്ന് പറഞ്ഞാൽ കോസിംഗ് ആണ്. ക്രോമോജനിക് ബാക്ടീരിയ എന്നൊക്കെ പറയും. ക്രോമോ മീൻസ് എന്താ, കളർ എന്നാണ് അർത്ഥം. ജെനിക് കോസ് ചെയ്യുന്നതാണ് മീനിങ്. ക്രോമോജനിക് ബാക്ടീരിയ ഒക്കെ പറഞ്ഞാല് പല്ലില് ആവശ്യമില്ലാണ്ട് കുറെ കറകളൊക്കെ വരില്ലേ, നമ്മൾ ഒന്ന് യൂസ് ചെയ്യേണ്ടത് തന്നെ, അത് ക്രോമോജനിക് ബാക്ടീരിയ കോസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ജെനിക് മീൻസ് കോസിംഗ് ആണ്. ഇസം സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, കണ്ടീഷൻ ആണ്. സ്പെഷ്യാലിറ്റി യാട്രിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ, എക്സാമ്പിൾ പീഡിയാട്രിക്സ് എന്നൊക്കെ പറയില്ലേ.
അത്. പിന്നെ സ്പെഷ്യലിസ്റ്റിന് ഇയാൻ ഇസ്റ്റ് എന്നൊക്കെ പറയുന്നത്, ന്യൂട്രീഷനിസ്റ്റ്, പിന്നെ അതുപോലെ പീഡിയാട്രീഷ്യൻ എന്നൊക്കെ പറയുമല്ലോ. സ്ട്രക്ചറിന് എന്നും എസ് എന്നൊക്കെ പറയും. പെരികാർഡിയം എക്സാമ്പിൾ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചർ ആണ്. അതായത് ഹാർട്ടിന്റെ ഓട്ടർമോസ്റ്റ് ലെയറിനാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. പിന്നെ സ്മോൾ ലിറ്റിൽ ലെവലിലാണ് ഉല്ലസ് എന്നൊക്കെ പറയുന്നത്. സ്റ്റഡി ഓഫ് ലോജി എന്ന് പറയും. അത് പെർട്ടൈനിങ് ഉള്ളത് ഇതൊക്കെ പറയും. അതുപോലെ പാത്തോളജി എന്ന് പറയുന്നത് ബ്ലഡ് കണ്ടീഷൻസിനൊക്കെ എന്താ പറയാ, ബ്ലഡിന്റെ എന്ത് വന്നാലും ഈ മിയ എന്നുള്ളത് വേർഡ് ആയിരിക്കും വരിക, സഫിക്സ് ആയിരിക്കും വരിക. ബ്രീത്തിങ്ങിന് നിയ, ആപ്നിയ, ഉറക്കത്തില് ബ്രീത്തിങ്ങിനുള്ള ബുദ്ധിമുട്ടിനാണ് എന്ത്, കിട്ടാത്തതിനാണ് എന്ത് ആപ്നിയ എന്ന് പറയാ. ഐറ്റിസ് ഇൻഫ്ലമേഷൻ ആണ് അതിന്റെ. ഒട്ടൈറ്റിസ് ചെവിയിലുണ്ടാണ് ഇൻഫ്ലമേഷനാണ് ഒട്ടൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ബോൺ ജോയിന്റ്സിനൊക്കെ ഇൻഫ്ലമേഷൻ വന്നാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയാ. അതുപോലെ കണ്ടീഷന് ഓസിസ് എന്നാണ് പറയുന്നത്. അതുപോലെ ഡെഫിഷ്യൻസി എന്ന പ്നിയ, ന്യൂട്രോപ്നിയ, ന്യൂട്രോഫിൽസ് കുറവാണെങ്കിൽ ന്യൂട്രോപ്നിയ എന്നൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ പതി, എന്തെങ്കിലും റെറ്റിനോപതി, അങ്ങനെ ഒരു എക്സാമ്പിൾ. അതുപോലെ എക്സസീവ്, റെജിയ, റാക്ക് എന്നൊക്കെ വരും. റെജിയ മീൻസ് എക്സാമ്പിൾ മെനറോജിയ, എക്സസീവ് ആയിട്ടുള്ള മെൻസ്ട്രേഷൻ സമയത്ത് ബ്ലീഡിങ്, എക്സ്ട്രാ ബ്ലീഡിങ് ആണെങ്കിൽ റെജിയ എന്നാണ് പറയുന്നത്, മെനറേജിയ. ഓക്കെ. മാസ് അല്ലെങ്കിൽ ട്യൂമർ, മുഴയ്ക്കൊക്കെ ഓമ എന്നാണ് പറയുന്നത്. ഇനി സഫിക്സ് നോക്കൂ. ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്, ഇത് മെയിൻ ആയിട്ടോ. ഇത് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുക, ഈ സാധനങ്ങൾ നോക്കി വെക്കുക. എന്തെങ്കിലും റിമൂവൽ ഓഫ് ഉള്ളതിന് എക്ടമി എന്നാണ് പറയുന്നത്. പരോട്ടിഡെക്ടമി എന്ന് പറഞ്ഞാൽ, പരോട്ടിഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു സലൈവറി ഗ്ലാൻഡ് ആണ്, ഉമിനീർ ഗ്രന്ഥിയാണ്, അത് എടുത്ത് റിമൂവ് ചെയ്യുന്നതിന് എന്താണ് പരോട്ടിഡെക്ടമി എന്നാണ് പറയുക. എക്സാമ്പിൾ. അതുപോലെ ഇമേജ്, എന്തെങ്കിലും ഗ്രാം എന്നാണ് പറയാ, ഇലക്ട്രോ കാർഡിയോഗ്രാം എക്സാമ്പിൾ ആണ്. അതുപോലെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ടെലിഗ്രഫി അങ്ങനെയൊക്കെ പറയും. പിന്നെ അതുപോലെ കട്ടിൻ, ഓട്ടമി, കട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിന് ഓട്ടമി എന്നാണ് പറയാ. സ്റ്റോമി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഈ സ്റ്റോമി ഓട്ടമി മാറിപ്പോവരുത്. അതുപോലെ എക്ടമി മാറിപ്പോരുത്. എക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ആണ്. ഓട്ടമി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്നുള്ളൂ, മുറിച്ച് മാറ്റുന്നേ ഉള്ളൂ, മുറിക്കുന്നുള്ളൂ. റിമൂവൽ എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു. അതായത് കംപ്ലീറ്റിലോ പാർഷ്യൽ, അത് ക്വസ്റ്റ്യനിൽ എന്തായാലും പറയും, കംപ്ലീറ്റ് ആണോ പാർഷ്യൽ റിമൂവൽ ആണോ എന്ന്. റിമൂവൽ എന്ന് പറഞ്ഞാൽ എടുത്ത് കളയാം. ഓട്ടമി എന്ന് പറഞ്ഞാൽ കട്ടിടാം, ഒരു കട്ട് ഇടുന്നു, അത്രേ ഉള്ളൂ ഓട്ടമി മീൻസ്. സ്റ്റോമി എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങിനെയാണ് എന്ത് സ്റ്റോമി എന്ന് പറയുന്നത്. ഓക്കെ. വിഷ്വൽ എക്സാമിനേഷൻ നമ്മൾ സ്കോപ്പി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ മൈക്രോസ്കോപ്പി, നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്നതിനാണ് എന്ത് മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഈ ഓട്ടമിക്ക് ഉള്ള ഓസ്റ്റിയോട്ടമി എന്ന് പറഞ്ഞാൽ ബോണിൽ കട്ടിടുന്നത്, ഓസ്റ്റിയോട്ടമി ഓപ്പണിംഗ് ആണ്, ബോണിൽ ഓപ്പണിംഗ് ഇട്ടിട്ടാണ് ഓസ്റ്റിയോട്ടമി. പിന്നെ ഇത് നോക്കൂ, ഇതിൽ എമ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ആണ്. ട്രോഫി, നറിഷ്മെന്റ്, കണ്ടീഷൻ, ആസസ് അബ്നോർമൽ കണ്ടീഷൻ, മെഗാലി എൻലാർജ്മെന്റ്, ഓമ ട്യൂമർ എന്ന് പറയുന്നതാണ് ഓസിസ് അബ്നോർമൽ കണ്ടീഷൻ, ടൈസിസ്, സ്റ്റാസിസ്, ഡ്രോപ്പിംഗ് ബ്ലഡ്, അതായത് എപ്പിസ്റ്റാസിസ്, മൂക്കിൽ നിന്ന് നിർത്താണ്ട് ചോര വന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് എപ്പിസ്റ്റാസിസ് എന്നൊക്കെ പറയും. ഓക്കെ. ഇനി കുറച്ച് പ്രൊസീജിയേഴ്സ് നോക്കൂ. സെന്റസസ് എന്ന് പറഞ്ഞാൽ എന്താ, സർജിക്കൽ പങ്ക്ചർ ആണ്. നമ്മളൊരു കുത്തിയെടുക്കുന്നതിനാണ് എന്ത് പങ്ക്ചർ, സെന്റസസ് എന്ന് പറയുന്നത്. പിന്നെ ഡെസസ് എന്ന് പറഞ്ഞാൽ സർജിക്കൽ ബൈൻഡിങ് ആണ്, കൂട്ടിച്ചേർക്കും, കെട്ടിയിടുന്നതിനൊക്കെ പറയുന്നത്. എക്ടമി പറഞ്ഞാൽ എക്സിഷൻ, റിമൂവൽ, കട്ടൗട്ട് എന്നൊക്കെ പറയും. പെക്സി സർജിക്കൽ ഫിക്സേഷൻ ആണ് പെക്സി എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിപ്പയർ. നമ്മൾ സർജിക്കൽ റിപ്പയർ എന്നാണെങ്കിൽ ഇപ്പൊ റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നോസ് റിപ്പയർ ചെയ്യുന്നതാണ് റൈനോപ്ലാസ്റ്റി എന്ന് പറയാം. പിന്നെ റാഫി എന്ന് പറഞ്ഞാല് സ്യൂച്ചർ ആണ്, സ്റ്റിച്ച് ഇടുന്നതിനാണ് എന്ത് റാഫി എന്ന് പറയുന്നത്. അതുപോലെ സെക്ട് എന്ന് പറഞ്ഞാൽ ടു കട്ട്. സ്റ്റോമി എന്ന് പറഞ്ഞാൽ ഫോമിങ് എ ന്യൂ ഓപ്പണിംഗ്, ഒരു പെർമനന്റ് ഓപ്പണിംഗ് ഉണ്ടാകാൻ. ടോം എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ഫോർ കട്ടിങ്. ടോമി പറഞ്ഞാൽ ഇൻസിഷൻ, കട്ട് ഇടുന്നത്. ട്രിപ്സി എന്ന് പറഞ്ഞാൽ ടു ക്രഷ്. ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് കല്ല് എന്താ പറയാ സ്റ്റോണ് കട്ട് ചെയ്യുന്നതിനാണ് എന്താ ലിത്തോട്രിപ്സി എന്ന് പറയാം.
കിഡ്നി സ്റ്റോൺസ് ഒക്കെ കട്ട് ചെയ്യുന്നില്ല, അതിന് ലിത്തോട്രിപ്സി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ആർത്രോസെന്റസിസ്. സെന്റസിസ് എന്താ, സർജിക്കൽ പങ്ക്ചർ അല്ലേ. ഇപ്പൊ ജോയിന്റിൽ നമ്മൾ സെന്റസിസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിനെയാണ് ആർത്രോസെന്റസിസ് എന്ന് പറഞ്ഞാൽ, അതായത് ജോയിന്റിൽ ഒരു പങ്ക്ചർ കൊടുക്കുന്നു. വേറെ എക്സാമ്പിൾ തൊറാക്കോട്ടമി. ചെസ്റ്റില് തൊറാക്ക് അല്ലെങ്കിൽ തൊറാക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെസ്റ്റ് ആണ്. ചെസ്റ്റിൽ ഒരു ഇൻസിഷൻ ഇട്ട് കൊടുത്തു, ഒരു കട്ട് ഇട്ട് കൊടുത്താൽ എന്താണ്, അതിനെയാണ് തൊറാക്കോട്ടമി എന്ന് പറഞ്ഞാൽ. ഗ്യാസ്ട്രോമെഗാലി. മെഗാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എൻലാർജ്ഡ്, ലാർജസ്റ്റ് എന്നാണല്ലോ അർത്ഥം. അപ്പം ഗ്യാസ്ട്രോമെഗാലി എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക്, ഗ്യാസ്ട്രോ പറഞ്ഞാൽ എന്താ, സ്റ്റൊമക്ക് ആണ്, മെഗാലി എന്ന് പറഞ്ഞാൽ എൻലാർജ്മെന്റ്. അപ്പൊ എൻലാർജ്മെന്റ് ഓഫ് സ്റ്റൊമക്കിനെയാണ് എന്ത്, ഗ്യാസ്ട്രോമെഗാലി. സോ ഇത്രയാണ് ക്ലാസ്സസ്. ഇതിപ്പം നമ്മൾ സ്ട്രെയിൻ എടുത്തൊന്നും പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഇതൊക്കെ ബുക്കിലുണ്ട്, ഈ മെയിൻ ടേംസും കാര്യങ്ങളൊക്കെ ബുക്കിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബുക്കിൽ എവിടെയാന്നൊക്കെ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലത് ഈ മെഡിക്കൽ ടെർമിനോളജീസ് കുറെയൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും നന്നാവും. അതാകുമ്പോൾ ഈസി ആയിരിക്കും, നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരില്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് വേർഡ് റൂട്ട്സ് ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാർഡി എന്ന് പറഞ്ഞാൽ ഹാർട്ടാന്ന് മനസ്സിലാവണം. അതുപോലെ ലിവറിനെ ഹെപ്പാറ്റോ എന്നാണ് പറയുന്നത്, ഹെപ്പാറ്റോ എന്ന് പറഞ്ഞാൽ ലിവർ ആന്നൊക്കെ മനസ്സിലാവണം. മെയിൻ കാര്യങ്ങൾ റെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കിഡ്നിനെയാണെന്നൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ സഫിക്സുകൾ, അതുപോലെ ഐറ്റിസ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക മെഡിക്കൽ ക്ലാസ്സസ്. പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹിസ്റ്റോളജി ആണ്. സോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ.